ഹായ് ഗായ്സ്, മാർക്കറ്റ് മേഴ്സിൻ്റെ പുതിയൊരു ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ബാരിഷ് ക്ലോസ് ആണ് തന്നിരിക്കുന്നത്. ബാരിഷ് ക്ലോസ് ആണെങ്കിൽ കൂടിയും കഴിഞ്ഞ ദിവസത്തെ പ്രൈസ് ആക്ഷന് താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ ദിവസത്തെ ക്യാൻഡിലിൻ്റെ താഴത്തേക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ക്യാൻഡിൽ അടുത്ത് വരെ എത്തിയെങ്കിലും ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ ഇതൊരു നമുക്ക് എന്താ പറയുക, ഇതൊരു പ്രോപ്പർ കൺസോൾട്ടേഷൻ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഒരു ഏരിയ തന്നെ പറയുന്നുണ്ടായി നിഫ്റ്റി ബാരിഷ് ആണ്. ആ ബാരിഷ്നെസ് ഇനി കണ്ടിന്യൂ ചെയ്യുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടി വരും. പക്ഷേ നിഫ്റ്റി കഴിഞ്ഞ പ്രാവശ്യം 50 പീരീഡ് മൂവിങ് ആവറേജ് ആണിത്. ഈ 15 പീരീഡ് മൂവിങ് ആവറേജിൽ വന്നപ്പോൾ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നതാണ് കണ്ടത്. അപ്പോൾ ഈ ഒരു ലെവൽ ഇതൊരു സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി വളരെയധികം കൂടുതലാണ്. പക്ഷേ ഓവറോൾ സിനാരി ഓഫ് ദ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വളരെയധികം ബെയറിഷാണ്. കാരണം നമുക്ക് അതിന് പറയാൻ കാരണം എന്താണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഈ ഒരു ബെയറിഷ് ഡൈവേർജൻസ് RSIയിൽ കാണുന്നുണ്ട്. അതായത് RSI താഴത്തേക്ക് ട്രെൻഡ് ചെയ്യുമ്പോൾ നിഫ്റ്റി ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് RSIൻ്റെ ഈ താഴേന്ന് ഇങ്ങോട്ട് ഒരു ട്രെൻഡ് ലൈൻ കൂടെ വരയ്ക്കുകയാണെങ്കിൽ ഈ ഈ ഹയർ ലോസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ടച്ച് ചെയ്തിട്ട് ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ആ ട്രെൻഡ് ലൈനിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് ചെറിയ റീടെസ്റ്റ് ചെയ്ത് വീണ്ടും വീണിരിക്കുകയാണ് നിഫ്റ്റി. അപ്പോൾ മേ ബി നിഫ്റ്റി ഇപ്പോൾ ഈ RSIൻ്റെ 40 ലെവലിലേക്കൊക്കെ വീഴാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം ഓൾറെഡി നമുക്ക് ഒരു ബെയറിഷ് സിനാരിയോ ടോട്ടൽ മാർക്കറ്റിലുണ്ട്, പ്ലസ് നിഫ്റ്റി ഈ RSI ഡൈവേർജൻസ് ഉണ്ട്, പ്ലസ് നമ്മൾ ഒരു ലോവർ ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ ഈ ലോവർ ടൈം ഫ്രെയിമിൽ നോക്കി നോക്കൂ, ഇതൊരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ആണ്. ആ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഇന്നലെ ബ്രേക്ക് ചെയ്തിരുന്നു. ആ പാറ്റേൺ റീടെസ്റ്റ് ചെയ്തു, വീണ്ടും താഴത്തേക്ക് ഒരു ബ്രേക്ക് ഡൗൺ ഈ ഒരു ചെറിയ ചാനലിൽ നിന്ന് കിട്ടി. ചാനൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു അപ്വേർഡ് ട്രെൻഡിങ് വെഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ അപ്വേർഡ് ട്രെൻഡിങ് വെഡ്ജ് ഇവിടെ നോക്കൂ, 1 ടച്ച് 2 ടച്ച് 3 ടച്ച്. അതിനുശേഷം ഈ മൂന്നാമത്തെ ടച്ചിന് ശേഷം ചെറിയൊരു അപ്പ് മൂവ് തന്നതിന് ശേഷം വീണിരിക്കുകയാണ്. അതും ഈ വെഡ്ജ് വന്ന് ഹിറ്റ് ചെയ്യുന്ന എവിടെയാണ്, ഈ ഒരു റെസിസ്റ്റൻസ് ലെവലിലേക്കാണ് ഹിറ്റ് ചെയ്യുന്നത്. അതും കുറച്ചും കൂടെ, അതുകൊണ്ട് തന്നെ ഈ വെഡ്ജ് കുറച്ചും കൂടെ സ്ട്രോങ് ആവാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ് നമുക്ക് പറയാം. പക്ഷേ ഡെഫിനറ്റ്ലി ഈ വെഡ്ജിൻ്റെ ലോവർ പോർഷനിൽ വന്നെങ്കിലും ആ ലോവർ പോർഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ നിഫ്റ്റിക്ക് കഴിഞ്ഞിട്ടില്ല, റൈറ്റ്. ഐഡിയൽ കേസ് സിനാരിയോ എനിക്ക് തോന്നുന്നു നാളെ ഈ ഒരു ലെവലിന് താഴെ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വീണ്ടും ഒരു സെല്ലിംഗ് നിഫ്റ്റിയിൽ കാണാൻ പറ്റും. അല്ല, ഈ ഒരു ലെവലിൽ എവിടെയെങ്കിലുമാണ് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ ഒരു ലെവലിനും അതുപോലെ തന്നെ ഈ ഒരു ഹൈക്കും ഇടയിൽ നല്ലൊരു ചോപ്പിനെസ് നിഫ്റ്റിയിൽ കാണാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ലെവലിൽ കുറച്ചുകൂടെ ചോപ്പ് ചെയ്തിട്ട് വീണ്ടും വീഴാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ കൺസോൾ ചെയ്തിട്ട് മുകളിലേക്ക് പോകാം. പക്ഷേ ബെസ്റ്റ് ഫോർ ട്രേഡേഴ്സ് ബെറ്റർ സിനാരി എന്താണെന്ന് വെച്ചാൽ ഇത് ഡെഫിനറ്റ്ലി താഴത്തേക്ക് പോവുക തന്നെയാണ്. കാരണം ഈ ലെവൽ ഏകദേശം ഇവിടേക്ക് ഓപ്പൺ ചെയ്ത് ഈ ലെവലിൽ നിന്ന് താഴത്തേക്ക് വീഴുകയാണെങ്കിൽ ഒരുപാട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഉണ്ടാവും അന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമ്മളൊരു അവർലി ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിനെ കുറിച്ച് നമ്മളിവിടെ പരാമർശിക്കേണ്ട ഈ വീഡിയോയിൽ കുറച്ച് മുന്നേ. ഇപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ഒരു ടാർഗറ്റ് നോക്കുകയാണെങ്കിൽ ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹെഡ് ടു ദ നെക്ക് ലൈൻ, ഇത് എത്ര പെർസെൻറ്റേജ് ആണ്, അല്ലെങ്കിൽ എത്ര പോയിൻ്റാണ്? 446 പോയിൻ്റ് അല്ലേ. ഈ 446 പോയിൻ്റ് ഇവിടെ താഴത്തേക്കും നിഫ്റ്റി മൂവ് ചെയ്യാം, അല്ലെങ്കിൽ അതാണ് ടാർഗറ്റ് ആസ് പെർ ടെക്നിക്കൽ അനാലിസിസ്, റൈറ്റ്. 444 ഓക്കെ, 450 പിടിക്കാം നമുക്ക്. ദാറ്റ് ഈസ് സംവെയർ അറൗണ്ട് ഹിയർ, റൈറ്റ്. ഈ ലെവൽ നോക്കുക. ഈ ലെവൽ നമ്മൾ വരച്ച് ഒന്ന് പുറകോട്ട് പോയി നോക്കുമ്പോൾ ഒന്ന് നോക്കിയേ, ഈ ലെവലിൽ പല പ്രാവശ്യം ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തായിരുന്നു. ഈ റെസിസ്റ്റൻസിൽ നിന്ന് താഴത്തേക്ക് നിഫ്റ്റി വന്നതിന് ശേഷം ആ റെസിസ്റ്റൻസ് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഈ ലെവലിൽ ഒന്ന് സപ്പോർട്ട് എടുത്ത് പോയി. അപ്പോൾ ഐഡിയലി ദിസ് ഈസ് ഓൾസോ ഡിമാൻഡ് ഏരിയ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ലെവലിലേക്ക് നിഫ്റ്റി വരാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ് ഇഫ് വി ബ്രേക്ക് ദിസ് ലോ ടുമോറോ. അതായത് നാളെ ഈ ഒരു ലോ, അതായത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത നിഫ്റ്റിയുടെ ലോ ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇവിടുന്ന് ഒരു നല്ലൊരു മൂവ് ടു ദിസ് ലെവൽ വരാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ് നിഫ്റ്റിയിൽ. എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ, ഡെയിലിയിൽ നോക്കുമ്പോൾ നല്ലൊരു ബെയറിഷ് ഡൈവേർജൻസ്, ഓൾറെഡി ബെയറിഷ് ഡൈവേർജൻസ് ശേഷം RSI ബ്രേക്ക് ഡൗൺ ചെയ്തു. അതുപോലെ നിഫ്റ്റിയും ഇവിടെ നല്ലൊരു ബ്രേക്ക് ഡൗൺ, ഈ ലെവൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നലെ ഒരു ബുള്ളിഷ് കൈൻഡ് ഓഫ് ക്യാൻഡിൽ, അല്ലെങ്കിൽ ബുള്ളിഷും അല്ല ബെയറിഷും അല്ല, ഒരു സ്പിന്നിങ് ടോപ്പ് കൈൻഡ് ഓഫ് ക്യാൻഡിലാണ് നിഫ്റ്റി തന്നിരുന്നത്. പക്ഷേ ഇന്ന് ഡെഫിനറ്റ്ലി ഒരു പ്രോപ്പർ ബെയറിഷ് ക്യാൻഡിലാണ്. അപ്പോൾ ഈ ഒരു
സെല്ലിങ്ങിന് ഫോളോ ത്രൂ വേണമെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യണം. ഈ ലോ ബ്രേക്ക് ചെയ്താൽ ഡെഫിനറ്റ്ലി ഈ ലെവൽസിലേക്കൊക്കെ നിഫ്റ്റി വരാം. സോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് പരിശോധിച്ച് നോക്കിയാൽ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഓൾറെഡി ബെയറിഷ് ആണ്. വേറെ ഏത് ഇൻഡെക്സ് എടുത്ത് നോക്കിയാലും ബെയറിഷ് ആണ്. മിഡ് ക്യാപ്പ് ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ ബെയറിഷ് ആണ്. അപ്പോൾ നിഫ്റ്റി മാത്രമാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി ഒരു ഇൻഡെക്സിന് മാത്രം ഒറ്റയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതും നിഫ്റ്റിയിൽ വളരെ കുറച്ച് സ്റ്റോക്സ് മാത്രമാണ് നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്നത്. അതുപോലെ നിഫ്റ്റിയിലെ ഹൈ വെയിറ്റേജ് ഉള്ള സ്റ്റോക്സ് കുറച്ച് നല്ല രീതിയിൽ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് നിഫ്റ്റി മുകളിൽ നിൽക്കുന്നത്. ആസ് സൂൺ ആസ് ആ ഹൈ വെയിറ്റേജ് സ്റ്റോക്സിൽ സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഒരു എക്സ്ട്രീം സെല്ലിംഗ് തന്നെ വരാനുള്ള പ്രോബിലിറ്റി വളരെ കൂടുതലാണ്. പിന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ്, സോ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ 1-2 വീഡിയോ സംസാരിച്ചിരുന്നു. ഇപ്പം നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ എത്ര 8 ഡേയ്സ് സ്ട്രെയിറ്റ് ഫോളിന് ശേഷമാണ് ബ്രേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ഫോൾ ഉണ്ടാവില്ല നമ്മൾ പറഞ്ഞിരുന്നു. ചെറിയൊരു പുൾ ബാക്ക് മേ ബി കൺസോൾട്ടിന് ശേഷമേ ബ്രേക്ക് ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അഥവാ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ ലോ ഒക്കെ ബ്രേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു കൺസോൾട്ടേഷൻ തന്നെ വേണ്ടി വരും. പക്ഷേ ഇന്നലത്തെ പ്രൈസ് ആക്ഷൻ നമ്മൾ പറഞ്ഞ രീതിയിൽ തന്നെയായിരുന്നു. കാരണം നമ്മൾ ഈ ഒരു 8-ാം തീയതിത്തെ പ്രൈസ് ആക്ഷൻ ശേഷമുള്ള വീഡിയോയിലാണ് പറഞ്ഞത് സ്ട്രെയിറ്റ് ഫോൾ ആയിരിക്കില്ല, ചെറിയൊരു പുൾ ബാക്ക് വരുന്നു. ആ പുൾ ബാക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുൾ ബാക്ക് ആൻഡ് കൺസോൾട്ടേഷൻ എത്രമാത്രം ഉണ്ടാവും നമുക്കൊന്ന് നോക്കി കാണേണ്ടി വരും. അതിനുശേഷം ഡെഫിനറ്റ്ലി ഇവിടുന്ന് ചിലപ്പോൾ ഈ ഒരു സ്പ്രിങ് ആക്ഷൻ പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകാം, റൈറ്റ്. പക്ഷേ കറണ്ട് മാർക്കറ്റ് സിനാരിയോ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സിനാരിയോ വളരെ അധികം ചാൻസ് കുറവാണ്. അഥവാ അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് വന്നാൽ കൂടിയും നമുക്ക് സ്റ്റോക്സിൽ നിന്നും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ട്രേഡബിൾ മൂവ്മെൻറ്റ്സ് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. കാരണം ഓൾറെഡി സ്റ്റോക്സ് എല്ലാം ബീറ്റൻ ഡൗൺ ആണ്. എല്ലാ സ്റ്റോക്സും മോസ്റ്റ് ഓഫ് ദ സ്റ്റോക്സ് ആർ ബിലോ ദർ 50 പീരീഡ് മൂവിങ് ആവറേജ്. സോ 50 പീരീഡ് മൂവിങ് ആവറേജിൻ്റെ മുകളിൽ വന്ന് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊക്കെ നല്ലൊരു എൻട്രീസും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ ചാൻസ് ഉള്ളൂ, അല്ലെങ്കിൽ സ്ട്രോങ് മൊമെൻറ്റം മുകളിലേക്ക് വരാനുള്ള ചാൻസ് ഉള്ളൂ. സോ ഐഡിയൽ കേസ് ഈവൻ ഇഫ് വി ഗെറ്റ് എ ബൗൺസ് ഫ്രം ഹിയർ ലൈക്ക് ദിസ്, ഈ ഒരു ബൗൺസിന് ശേഷം ചെറിയൊരു കൺസോൾട്ടേഷൻ ശേഷം ഒരു മൂവ്മെൻറ്റ് വന്നാൽ മാത്രമേ നല്ല സ്വിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റ് ഉണ്ടാവാനുള്ള പ്രോബിലിറ്റി ഉള്ളൂ. പക്ഷേ വീണ്ടും ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങ് വീണാം. ഇതാണ് കൂടുതൽ പ്രോബിലിറ്റി എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി മാർക്കറ്റ് വീക്കാണ്, നിഫ്റ്റി വീണിട്ടില്ല. അപ്പോൾ നിഫ്റ്റി ചിലപ്പോൾ ഒന്ന് വീണ് തുടങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒപ്പം എല്ലാ സ്റ്റോക്സും ഒരുമിച്ച് അങ്ങ് വീഴും. അപ്പോൾ ബി കോഷ്യസ് അല്ലേ, നമ്മൾ പല വീഡിയോസിലും പറയുന്നത് ഒന്ന് നമ്മൾ കോഷ്യസ് ആയിരിക്കുക. കാരണം ഈ ഒരു സിനാരിയോ അല്ലേ, ഈ ഒരു ഫോൾ മേ ബി ഇതിൻ്റെ ഒരു പകുതി എനിക്ക് നമുക്കിവിടെ കണ്ടാൽ നല്ലൊരു ഫോൾ തന്നെ ആയിരിക്കില്ലേ നമുക്ക് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നത്. സോ നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ പോർട്ട്ഫോളിയോ, റൈറ്റ്. പോർട്ട്ഫോളിയോ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ സേവ് ചെയ്തിരിക്കുക. അതായത് പറ്റാത്ത ട്രേഡുകൾ കുറച്ച് ചെയ്ത് ഡെഫിനറ്റ്ലി ഈ ഒരു സമയത്തൊന്നും ഒരിക്കലും നമ്മൾ ട്രേഡ് ചെയ്യരുത്. ഒരു പ്രൊഫഷണൽ ട്രേഡിൽ ഞാൻ പല വീഡിയോയിലും പറയുന്നതാണ്, പക്ഷേ സ്റ്റിൽ ഇത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക്. ഈ ഒരു ഫോൾ ഈ സമയത്തൊന്നും അല്ലെങ്കിൽ നമുക്ക് ഇത്രയും സമയത്ത് നമ്മൾ ഒരിക്കലും ആസ് എ പ്രൊഫഷണൽ ട്രേഡർ നമ്മൾ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത്. കാരണം അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റി ഓഫ് വിന്നിങ് ഗോസ് വെരി ലോ. അതായത് നമ്മളിപ്പോഴും ട്രേഡ് ചെയ്യുന്നത് കാശുണ്ടാക്കണമെങ്കിൽ എന്ത് വേണം, നല്ല എൻവിറോൺമെൻറ്റ് വേണം മാർക്കറ്റിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ ഈ ഡെഫിനറ്റ്ലി ഇത് എന്ന് മുതലായിരുന്നു, ഞാൻ പറയുകയാണെങ്കിൽ ഈ November 4th മുതൽ 8th of December, അതായത് ഒരു മാസത്തോളം ഒറ്റ ട്രേഡ് പോലും നമ്മൾ ചെയ്യരുത് ഐഡിയൽ കേസിനായിട്ട്. ബിക്കോസ് ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള പ്രോബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും ഈ സമയങ്ങളിൽ. സോ നല്ല മാർക്കറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക, നമ്മുടെ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യുക. നമ്മൾ ക്യാപിറ്റൽ പ്രിസർവ് ചെയ്ത് സൈഡ് ലൈൻസ് ഇരിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് ട്രേഡ് ചെയ്ത് അവരുടെ കാശ് കളയുന്നുണ്ടാവും. സോ അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരും അതിൽ നിന്ന് പഠിക്കും അല്ലേ. അപ്പോൾ ഒരു ബെയർ മാർക്കറ്റിൽ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ബെയർ മാർക്കറ്റിലേക്ക് എത്തുമ്പോഴേക്കും ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ മനസ്സിലാവണം, എങ്കിലും മാത്രമേ അയാൾ നല്ലൊരു ട്രേഡർ ആവുള്ളൂ. ചിലപ്പോൾ പുതിയ ട്രേഡേഴ്സ് ആണെങ്കിൽ അയാൾ ഈ ബെയർ മാർക്കറ്റിൽ വീണ്ടും വന്ന് നമ്മൾ ട്രയാങ്കിൾ പാറ്റേൺ പഠിക്കുന്നു, കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ പഠിക്കുന്നു, വോൾട്ടിലിറ്റി കോൺട്രാക്ഷൻ പാറ്റേൺ, അങ്ങനെ പല രീതിയിലുള്ള പാറ്റേൺസ് മാർക്കറ്റിൽ പലരുമായിട്ട് യൂട്യൂബിലൊക്കെ നമുക്ക് അടിച്ചൊക്കെ കിട്ടും. ഈ പറയുന്ന പാറ്റേൺസ് എല്ലാം നമുക്ക് എല്ലാ ദിവസവും എപ്പോൾ സ്കാൻ ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ പാറ്റേണിലുള്ള സ്റ്റോക്സ് കിട്ടും, റൈറ്റ്. പക്ഷേ ഈ സ്റ്റോക്സ് കിട്ടിക്കഴിഞ്ഞാലും അതിൽ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഇങ്ങനെയുള്ള മാർക്കറ്റിൽ കുറയും. പക്ഷെ അത് പലരും മനസ്സിലാക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ പലരും കുറേ ലോസസിന് ശേഷം കുറച്ചും കൂടെ നല്ല ഡീപ്പായിട്ട് മാർക്കറ്റ് സ്റ്റഡി ചെയ്യുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇത് മനസ്സിലാക്കുക, പറ്റുന്നത്ര സമയം മാർക്കറ്റിന് പുറത്തിരിക്കാൻ ശ്രമിക്കുക. പിന്നെ
വീണ്ടും ഒരു 2020 പോലെയുള്ള അല്ലെങ്കിൽ 2023 വന്ന ബുൾ റൺ പോലെയുള്ള മാർക്കറ്റ്സ് വരും, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ആ മാർക്കറ്റിൽ മേക്ക് ദാറ്റ് കില്ലിങ് ആൻഡ് മേക്ക് ആസ് മച്ച് മണി ആസ് പോസിബിൾ. സോ അതാണ് ഒരു ട്രേഡറിൻ്റെ ലക്ഷ്യമാവേണ്ടത്, അല്ലാതെ എല്ലാ ദിവസവും വന്ന് ട്രേഡ് ചെയ്യുക എന്നുള്ളതല്ല, റൈറ്റ്? So that is all about today. Hope you enjoy the video. If you like the video, hit that subscribe button as well as like this video. Thank you.